കോഴിക്കോട്ടെ എലത്തൂരുകാർക്ക് നോമ്പ് തുറക്കണമെങ്കിൽ ഒരു പ്രത്യേക വിഭവം വേണം. എപി കുടുംബം വിളമ്പുന്ന ബർമ്മ കഞ്ഞി കൊണ്ടാണ് എലത്തൂരിലെ 100-ലധികം കുടുംബങ്ങൾ നോമ്പ് തുറക്കുന്നത്. പഴയ ബർമ്മക്കാരൻ മുഹമ്മദ് കുട്ടി ഹാജിയുടെ ബർമ്മക്കഞ്ഞിയില്ലെങ്കിൽ പിന്നെന്ത് നോമ്പ് തുറയെന്നാണ് എലത്തൂർക്കാർ ചോദിക്കുന്നത്. 49 കൊല്ലം മുമ്പ് ബർമ്മയിൽ വ്യാപാരിയായിരുന്ന മുഹമ്മദ് കുട്ടി ഹാജി അവിടെ നിന്ന് തിരികെ പോരുമ്പോൾ എലത്തൂർക്കാർക്കായി കൊണ്ടുപോകുന്നതാണ് ഇന്നത്തെ കോഴിക്കഞ്ഞിയുടെ കൂട്ട്. ഇത് എല്ലാ റമലാനിലും നാട്ടുകാർക്കായി വെച്ചു വിളമ്പി നൽകിയിരുന്നു ഹാജി ഇല്ലാത്ത റമലാൻ 14 വർഷമായി. എന്നിരുന്നാലും മക്കൾ ഈ പതിവ് മുടക്കുന്നില്ല. നമ്മളിപ്പോൾ ബർമ്മയിൽ കൊടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ ദേശീയ നമ്മുടെ അങ്ങോട്ട് ബർമ്മയിൽ വിട്ടു പോന്നപ്പോൾ പിന്നെ ഇവിടെ നിന്ന് കൊടുക്കാൻ തുടങ്ങി. പിന്നെ മരണശേഷം നമ്മൾ അങ്ങനെ അത് തുടർന്നു കൊണ്ടുപോകുന്നുണ്ട്. 21 ചേരുവകൾ കൂട്ടിയുണ്ടാക്കുന്ന കോഴിക്കഞ്ഞിയുടെ പാചകം രാവിലെ 8 മണിയോടെ തുടങ്ങും. പച്ചരി, വിവിധ സുഗന്ധവ്യഞ്ജനങ്ങൾ, പരിപ്പ്, കോഴിയിറച്ചി തുടങ്ങിയ ചേരുവകൾ പാകമാകാൻ വൈകിട്ട് 4 മണിയെങ്കിലുമാകും. അപ്പോഴേക്കും കഞ്ഞിക്കായി പാത്രങ്ങളുമായി ആളുകൾ എത്തും. ബാക്കിയുള്ള വിതരണമൊക്കെ എലത്തൂരിലെ 5 പള്ളികളിലാണ്. 100-ലധികം കുടുംബങ്ങൾ തലമുറകളായി ഈ കഞ്ഞിയുടെ രുചിയറിയാനെത്തുന്നുണ്ട്. ഔഷധമൂല്യമുള്ള കഞ്ഞിയുടെ മഹിമയെപ്പറ്റി ചോദിച്ചാൽ എലത്തൂർക്കാർ ഇങ്ങനെ പറയും. കഞ്ഞി എല്ലാ സാധനം ഉണ്ടാകുന്ന കഞ്ഞിയാണ്. അപ്പോൾ അതെല്ലാവരും കുടിക്കും. നോമ്പ് പറഞ്ഞ ക്ഷീണത്തിന് എല്ലാവരും കുടിക്കും. ബാക്കിയുണ്ടെങ്കിൽ അത്താഴത്തിന് കുടിച്ചിട്ട് നോമ്പ് വെക്കണവരുണ്ട്. കുടിക്കാൻ ഇഷ്ടമാണ്. അതിനെക്കൊണ്ടാണ് ഞാൻ വാങ്ങാൻ വരുന്നത് കഞ്ഞി. ഞാൻ നിത്യം വാങ്ങലുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.